DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടിൽ പാചകത്തിന് ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. 45 ദിവസം കഴിഞ്ഞിട്ടും പുതിയ സിലിണ്ടർ ബുക്ക് ചെയ്യുവാൻ കഴിയാത്തതിനെ തുടർന്ന് പല ഗുണഭോക്താക്കളും ഗ്യാസ് ഏജൻസികളിലെത്തി പരാതികൾ പറയുന്നതിന്റെ കാരണങ്ങളാണ് ആദ്യം വിശദീകരിക്കുന്നത്. ഇന്ധന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഗാർഹിക LPG സിലിണ്ടർ വിതരണത്തിൽ എണ്ണ വിതരണ കമ്പനികൾ അപ്രഖ്യാപിത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി വ്യാപക പരാതിയാണ് ഇപ്പോൾ വരുന്നത്. EKYC പൂർത്തിയാക്കാത്ത ഉപയോക്താക്കൾക്ക് സിലിണ്ടർ വിതരണം തടയുന്നതായി ഭാരത് ഗ്യാസ് ഡീലർമാർ പറഞ്ഞു. ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്നാണ് ഏജൻസികൾ വ്യക്തമാക്കുന്നത്. EKYC പൂർത്തിയാക്കാത്തതിന്റെ പേരിൽ ഗ്യാസ് ബുക്കിംഗിനോ സിലിണ്ടർ വിതരണത്തിനോ തടസ്സമുണ്ടാകില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ബുക്കിംഗ് സാധ്യമാകാത്ത അവസ്ഥയാണെന്ന് ഡീലർമാർക്ക് പരാതിയുണ്ട്. വിദേശത്ത് താമസിക്കുന്ന പ്രവാസികൾക്ക് ഗ്യാസ് സിലിണ്ടർ വിതരണ കമ്പനികളുടെ മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ ഓൺലൈനായി EKYC പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. സാങ്കേതിക തകരാറുകൾ കാരണം നാട്ടിലുള്ളവർക്കും മൊബൈൽ ആപ്പ് വഴി നടപടികൾ പൂർത്തിയാക്കാൻ പ്രയാസം നേരിടുന്നുണ്ട്. ഇതോടെ നേരിട്ട് ഗ്യാസ് ഏജൻസികളിലെത്തി ബയോമെട്രിക് രീതിയിൽ, അതായത് കൈവിരൽ പതിപ്പിച്ച് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് EKYC പൂർത്തിയാക്കാൻ കഴിയുന്നത്. ഇതിനു പുറമെ ഏജൻസികളിലെ തിരക്കും സെർവർ തകരാറുകളും ജനങ്ങളെ വലക്കുന്നുണ്ട്. നിങ്ങളൊരു ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്ത് 45 ദിവസം കഴിഞ്ഞിട്ടും അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യുവാൻ കഴിയുന്നില്ലെങ്കിൽ ഏജൻസി ഓഫീസുകളുമായി ബന്ധപ്പെടുക. അവർ EKYC ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ഗ്യാസ് കണക്ഷൻ ബുക്കും ആധാർ നമ്പറും നൽകി ഏജൻസി ഓഫീസിൽ വെച്ച് തന്നെ ബയോമെട്രിക് EKYC പൂർത്തിയാക്കുക. അതോടെ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുന്നതിനുള്ള പ്രധാന തടസ്സം മാറുന്നതാണ്. രാജ്യത്തെ സാധാരണക്കാരായ ഉപഭോക്താക്കളുടെ കുടുംബ ബജറ്റിന്റെ താളം തെറ്റിച്ചുകൊണ്ട് ഗാർഹിക LPG സിലിണ്ടറുകളുടെ വില വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനൊപ്പം പാചകവാതകത്തിന് തുടർച്ചയായി വില കൂടുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് താങ്ങാനാവാത്ത ഭാരമായി മാറിയിരിക്കുന്നുണ്ട്. സബ്സിഡികൾ വെട്ടിക്കുറച്ച സാഹചര്യത്തിൽ ഓരോ മാസവും ഉണ്ടാകുന്ന ഈ വില വർധനവ് അടുക്കളകളുടെ പ്രവർത്തനത്തെ നേരിട്ട് ബാധിക്കുന്ന വലിയൊരു പ്രതിസന്ധിയായി മാറിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യം വിലയിരുത്തുമ്പോൾ വരും ദിവസങ്ങളിലും ഗ്യാസ് വില ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യതയെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളും വിനിമയ വിപണിയിൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിയുന്നതുമാണ് ഇതിന് പ്രധാന കാരണമായി പറയുന്നത്. ആഗോള വിപണിയിലെ ഈ അസ്ഥിരത തുടരുന്നിടത്തോളം കാലം ആഭ്യന്തര വിപണിയിലും LPG വില നിയന്ത്രണാതീതമായി ഉയരാൻ സാധ്യതയുണ്ട്. പെട്രോൾ ഡീസൽ വിലകൾ ഈ മാസം 4 തവണ വർദ്ധിപ്പിച്ചു. CNG ഗ്യാസിന്റെ വിലയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം 1000 രൂപയോളമാണ് വാണിജ്യ ഗ്യാസ് സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചത്. ജൂൺ 1 ഗാർഹിക സിലിണ്ടറുകളുടെയും വിലയിൽ വർധന ഉണ്ടാകുമെന്നാണ് ശക്തമായ സൂചനകൾ വരുന്നത്. നിലവിൽ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുന്നതിനുള്ള ഇടവേള 25 ദിവസം മുതൽ 45 ദിവസം വരെ തുടരുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസം കഴിഞ്ഞ് ഒരു സിലിണ്ടർ ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നഗരപ്രദേശങ്ങളിൽ ഇത് 25 ദിവസമാണ്. എന്നാൽ ഭൂരിഭാഗം മുനിസിപ്പാലിറ്റികളിലും നഗരപ്രദേശങ്ങളിലും 45 ദിവസത്തിന് ശേഷം മാത്രമേ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യുവാൻ സാധിക്കുന്നുള്ളൂ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെ തുടർന്നാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം കൊണ്ടുവന്നത്. വിലവർധനവിനിടയിലും സിലിണ്ടർ വിതരണം കൂടുതൽ സുതാര്യമാക്കുന്നതിനും കരിഞ്ചന്ത ഇല്ലാതാക്കുന്നതിനുമായി ഗാർഹിക LPG സിലിണ്ടർ ബുക്കിംഗ് നിയമങ്ങളിൽ എണ്ണ കമ്പനികൾ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സിലിണ്ടറുകൾ കൃത്യസമയത്ത് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ഗ്യാസ് ഏജൻസികളുടെ ഭാഗത്തു നിന്നുള്ള ക്രമക്കേടുകൾ തടയാനും ലക്ഷ്യമിട്ടാണ് ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത്. പുതിയ പരിഷ്കാരങ്ങളുടെ ഭാഗമായി സിലിണ്ടർ വീടുകളിൽ എത്തിക്കുമ്പോൾ ഡെലിവറി ഒതന്റിക്കേഷൻ കോഡ് അഥവാ DAC നിർബന്ധമാക്കിയിട്ടുണ്ട്. ഗ്യാസ് ബുക്ക് ചെയ്യുമ്പോൾ ഉപഭോക്താവിന്റെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP കോഡ് ലഭിക്കും. സിലിണ്ടർ വിതരണം ചെയ്യുന്ന വ്യക്തിക്ക് ഈ കോഡ് കൈമാറിയാൽ മാത്രമേ ബുക്കിംഗ് പ്രക്രിയ പൂർണ്ണമാവുകയും സിലിണ്ടർ ലഭിക്കുകയും ചെയ്യുകയുള്ളൂ. തെറ്റായ വിലാസങ്ങളിലേക്ക് സിലിണ്ടർ പോകുന്നത് തടയാൻ ഇത് സഹായിക്കും. ബുക്കിംഗ് നിയമങ്ങൾ മാറിയ സാഹചര്യത്തിൽ ഉപഭോക്താക്കൾ തങ്ങളുടെ ഗ്യാസ് കണക്ഷനുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പർ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമായി തീർന്നിരിക്കുന്നു. പഴയതോ പ്രവർത്തനരഹിതമായതോ ആയ നമ്പറുകളാണ് നൽകിയിട്ടുള്ളതെങ്കിൽ ബുക്കിംഗ് കോഡ് ലഭിക്കാതെ വരികയും സിലിണ്ടർ വിതരണം തടസ്സപ്പെടുകയും ചെയ്യും. അതിനാൽ എണ്ണ കമ്പനികളുടെ ആപ്പുകൾ വഴിയോ അതാത് ഗ്യാസ് ഏജൻസികൾ വഴിയോ മൊബൈൽ നമ്പർ ഉടൻ പുതുക്കേണ്ടതാണ്. ഉപഭോക്താക്കൾക്ക് കൂടുതൽ എളുപ്പത്തിൽ സിലിണ്ടർ ബുക്ക് ചെയ്യുന്നതിനായി വാട്സാപ്പ്, SMS, IVRS സംവിധാനങ്ങൾക്ക് പുറമെ എണ്ണ കമ്പനികളുടെ പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷനുകളും വിപുലീകരിച്ചിട്ടുണ്ട്. ഓൺലൈൻ വഴി പണമടക്കുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും മുൻഗണനയും ലഭിക്കുന്ന രീതിയിലാണ് പുതിയ ക്രമീകരണങ്ങൾ. കൂടാതെ ഒരു വീട്ടിൽ എത്ര സിലിണ്ടറുകൾ വരെ ഒരു വർഷം ഉപയോഗിക്കാം എന്നതിനും കൃത്യമായ പരിധികൾ പുതിയ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം LPG റെഗുലേഷനുകളിൽ മാർച്ച് 14 കൊണ്ടുവന്ന ഭേദഗതി പ്രകാരം പൈപ്പ് ലൈൻ വഴി പ്രകൃതിവാതകം ഉപയോഗിക്കുന്ന കുടുംബങ്ങൾ ഗാർഹിക LPG കണക്ഷൻ ഉപേക്ഷിക്കേണ്ടതുണ്ട്. LPG റീഫില്ലുകൾക്കോ പുതിയ കണക്ഷനുകൾക്കോ PNG ഉപഭോക്താക്കൾക്ക് അർഹതയുണ്ടായിരിക്കില്ല.
പൈപ്പ് ലൈൻ വഴിയുള്ള പ്രകൃതിവാതക വിതരണത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതുകൂടിയാണ് ഇതിൻ്റെ ലക്ഷ്യം. LPG-യിൽ നിന്നും PNG-യിലേക്ക് മാറാൻ 3 മാസത്തെ സമയം, അതായത് 90 ദിവസത്തെ സമയമായിരുന്നു അനുവദിച്ചിരുന്നത്. ജൂൺ 30 അത് അവസാനിക്കുകയാണ്. അതിനാൽ നിങ്ങളുടെ പ്രദേശങ്ങളിൽ പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് കണക്ഷൻ ഉണ്ടെങ്കിൽ LPG സറണ്ടർ ചെയ്ത് PNG-യിലേക്ക് മാറുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള ഇൻഫർമേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.